നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് മാത്സിലെ സംഖ്യകൾ എന്ന ടോപ്പിക്കാണ്. ഇത് എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 25 റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. അപ്പം ഈ സംഖ്യകൾ എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും ആകെ ഒരു 25 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമ്പർ സിസ്റ്റത്തിലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, സംഖ്യാരേഖയിൽ -9 മുതൽ 7 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ -9 മുതൽ 7 വരെയുള്ള അകലം എത്ര? അപ്പൊ ഇത് LGS മുതലായ പരീക്ഷകളിൽ ചോദിക്കാനുള്ള ചോദ്യമാണ്. വളരെയധികം ഈസിയാണ്. സംഖ്യാരേഖ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? നമ്പർ ലൈൻ ആണ്. അപ്പോൾ ഒരു നമ്പർ ലൈനില് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിക്കുവാണെങ്കിൽ ആകെ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. മോഡ് A - B, മോഡ് A - B എന്ന് പറയുന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകലം കിട്ടും. അതായത് A എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന സംഖ്യ, ഓക്കെ, B എന്ന് പറയുന്നത് രണ്ടാമത് തന്നിരിക്കുന്ന സംഖ്യ. മോഡ് A എത്രയാണ്? -9, B എത്രയാണ്? 7. അപ്പൊ -9 മൈനസ് A - B അല്ലേ? അപ്പൊ -9 - 7 എത്ര കിട്ടും? മോഡ് -16 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഈ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് A എന്ന് പറഞ്ഞാൽ A ആണ്, മോഡ് -A എന്ന് പറഞ്ഞാലും A ആണ്. അതായത് മോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവല രൂപം. മോഡുലസ് ഓഫ് എ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? കേവലമായിട്ടുള്ള അതിന്റെ വാല്യൂ, കേവല രൂപത്തിനെയാണ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോഡ് -16 എന്ന് പറഞ്ഞാൽ എന്താണ്? 16. ഓക്കെ, അപ്പൊ ഇതാണ് ഉത്തരം. വളരെയധികം എളുപ്പമാണ്. അപ്പൊ സംഖ്യാരേഖയിൽ രണ്ട് സംഖ്യകൾ ഇപ്പൊ -9 മുതൽ 7 വരെ ഉള്ള അകലം എത്ര എന്ന് ചോദിച്ചാൽ എന്തെടുത്താൽ മതി? മോഡ് -9 - 7 എന്ന് എടുത്താൽ മതി. അപ്പൊ മോഡ് -16 വരും. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ വാല്യൂ മാത്രം എഴുതിയാൽ മതി. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ അകത്തെ വാല്യൂ മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. വേറൊരു ചോദ്യം പറയാം. ഇപ്പൊ 5 മുതൽ 10 വരെയുള്ള അകലം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണം? മോഡ് 5 - 10, അതായത് മോഡ് -5. അപ്പൊ മോഡിനകത്ത് നെഗറ്റീവ് വന്നാലും പുറത്തെടുക്കുമ്പോൾ വാല്യൂ എത്രയാണ്? പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിന്റെ കണ്ടിന്യൂഷൻ ആണേ. -7ന്റെ കേവല വില എത്ര? -7ന്റെ കേവല വില എത്രയാണ്? കേവല വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ എഴുതിയാൽ മതി, 7. ഓക്കെ, എന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ? മോഡ് A എന്ന് പറഞ്ഞാൽ A തന്നെയാണ്, മോഡ് -A എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് -7 അല്ലേ? അപ്പൊ മോഡ് -7 എത്രയാണ്? 7 ആണ് വില. ഇത് വളരെയധികം സിമ്പിൾ ആണ്. കാണുമ്പോൾ ഇത് അറിയാത്തവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നാം, പക്ഷെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെയധികം സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അൺഅക്കാഡമിയെ പറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ കയറി അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫ്രീ കോഴ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, പ്ലസ് കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് കോഴ്സസ് അൺഅക്കാഡമിയിലുണ്ട്. നമ്മുടെ കേരള PSC, SSC, ബാങ്കിങ് മുതലായ എല്ലാ കോഴ്സസും അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്ത് കോഴ്സ് കേരള PSC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ്, ഫ്രീ, സ്പെഷ്യൽ എന്ന 3 കോഴ്സസ് ഉണ്ട്. അതിൽ സ്പെഷ്യൽ ക്ലാസ്സസ് തികച്ചും ഫ്രീ ആണ്. ഓക്കെ, കൂടാതെ അൺഅക്കാഡമിയിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ, അതായത് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്, വളരെയധികം നല്ല മികച്ച എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ, പെയ്ഡ് ആയിട്ട് ആ ക്ലാസ് വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് കഴിച്ചുള്ള എമൗണ്ട് കൊടുത്താൽ മതി. നമ്പർ 1 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യൂ, നല്ലൊരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം, 89854 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോ ഈ സംഖ്യ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 8 ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്. അപ്പൊ ആ 8ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്ഥാനവില എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ എന്റെ വ്യത്യാസം എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പൊ നമുക്ക് ഈ സംഖ്യ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 89854 എന്നാണ് ഈ സംഖ്യ. ഓക്കെ, ഇതില് ഈ ഫസ്റ്റ് 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 8 ഇൻറ്റു ഇവിടെ എത്ര 1 2 3 4, അതായത് 1 2 3 4 എത്രയാണ് 80,000 ആണ് ഈ ഫസ്റ്റ് 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 9ന്റെ സ്ഥാനവില എത്രയാണ്? 9ന്റെ കൂടെ എത്ര ഇട്ട് കൊടുത്താൽ മതി? അത് കഴിഞ്ഞിട്ടുള്ള 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9ന്റെ സ്ഥാനവില കിട്ടും. അപ്പൊ ഈ 8ന്റെയോ 8 കഴിഞ്ഞ് 2 പൂജ്യം അല്ലേ, 2 പൂജ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8ന്റെ സ്ഥാനവില കിട്ടും. അതായത് പ്ലേസ് വാല്യൂ എന്നാണ്. അത് ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്, അതാണ് പ്ലേസ് വാല്യൂ. ഇപ്പൊ 5ന്റെ സ്ഥാനവിലയാണെങ്കിൽ 5 ഇൻറ്റു 5 കഴിഞ്ഞ ഒരു സംഖ്യയിലേ ഉള്ളൂ. അപ്പൊ 5 ഇൻറ്റു ഒരു 10, അതായത് 50. 5 കഴിഞ്ഞ ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 4ന്റെ സ്ഥാനവില എന്താ? 4ന്റെ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ 4 ഇൻറ്റു 1 4 തന്നെയാണ് 4ന്റെ സ്ഥാനവില. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ഥാനവില എടുക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? ഈ സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആദ്യത്തെ 8, അപ്പൊ 8ന്റെ സ്ഥാനവില എത്രയാണ്? 80,000. ഓക്കെ, ഇനി രണ്ടാമത്തെ 8 എന്ന് പറയുമ്പോൾ 800 ആണ്. അപ്പൊ -800 എത്ര വരും? 79200. അത് നമ്മൾ ഡിഫറൻസ് എടുത്താൽ മതി. ആദ്യത്തെ 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 80,000 ആണ്. രണ്ടാമത്തെ 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 800 ആണ്. ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 79200. ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് സ്ഥാനവില എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്ന് പറയും. മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഖ്യ എടുക്കുവാണേ 89854. ഇതില് 5ന്റെ മുഖവില എന്താണ്? മുഖവില എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സംഖ്യ, അത് തന്നെയാണ് എന്റെ മുഖവില. അതായത് മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരാളുടെ ഫേസ്, അയാളുടെ മുഖം. അതുപോലെ തന്നെ 5ന്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ, 9ന്റെ സ്ഥാനവില ചോദിച്ചു കഴിഞ്ഞാൽ 9 തന്നെയാണ്. 4ന്റെ സ്ഥാനവില ചോദിച്ചു കഴിഞ്ഞാൽ 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്ന് പറയുന്ന കാണുന്ന വാല്യൂ, സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ കൂടെ 0 അല്ലെങ്കിൽ 10ന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതുമായിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം കഴിഞ്ഞ ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. 5934 എന്ന സംഖ്യയിൽ 9ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ നിങ്ങൾക്ക് സ്ഥാനവില എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. 9 എടുത്തേ. 9 കഴിഞ്ഞിട്ട് 2 സംഖ്യകളാണല്ലോ, അപ്പൊ 2 പൂജ്യം. ഇതാണ് 9ന്റെ എന്ത്? സ്ഥാനവില. മുഖവില എന്ന് പറഞ്ഞാൽ എന്താണ്? 9 തന്നെ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 891 ആണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ മുഖവിലയും സ്ഥാനവിലയും മാറിപ്പോകത്തില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് പോയിന്റ് വരുന്ന സംഖ്യകളിൽ എങ്ങനെയാണ് സ്ഥാനവില കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇപ്പൊ ഈ ചോദ്യം 227.31ൽ 3ന്റെ സ്ഥാനം ഏത്? ഓക്കെ, അപ്പൊ 3 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സംഖ്യയല്ലേ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ടാണ് 3 1 എന്ന് വന്നിരിക്കുന്നത്. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യ, ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം 1/10. ഓക്കെ, രണ്ടാമത്തെ സംഖ്യയുടെ സ്ഥാനം 1/100. മൂന്നാമത്തെ സംഖ്യ ഇപ്പൊ ഏതെങ്കിലും ഉണ്ടെങ്കിൽ 1/1000, 1/10,000 അങ്ങനെയായിരിക്കും പോകുന്നത്. മനസ്സിലായോ? പോയിന്റ് കഴിഞ്ഞിട്ട് 1/10, 1/100, 1/1000, 1/10,000 എന്നായിരിക്കും പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് പോകുന്നത്. അപ്പോ നമ്മുടെ ചോദ്യം എന്താ? 227.31ൽ 3ന്റെ സ്ഥാനം ഏത്? 3ന്റെ സ്ഥാനം ഏതാണ്? 1/10 ആണ് 3ന്റെ സ്ഥാനം. ഇനി 1ന്റെ സ്ഥാനമാണ് ചോദിച്ചതെങ്കിലോ 1/100 ആണ് 1ന്റെ സ്ഥാനം. മനസ്സിലായോ? അതിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്, സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1/10 ആണ് 3ന്റെ സ്ഥാനം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 18,000, 18,100, 18 ഒറ്റ സംഖ്യാരൂപത്തിൽ ആക്കുക. വളരെയധികം ഈസിയാണ്. 18,000 എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 1000 എത്രയാണ്? 18,000. ഓക്കെ, 18,100 എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 100 എത്രയാണ്? 1800. ഓക്കെ, 18 ഒറ്റ എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 1, അതായത് 18 തന്നെ. സംഖ്യാരൂപത്തിലാക്കാൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതിയാകും. 19818 ആണ് ഈ തന്നിരിക്കുന്നതിനെ സംഖ്യാരൂപത്തിൽ ആക്കുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 18,000 എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 1000
18 100 എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 100, 18 ഒറ്റ എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു ഒറ്റ, ഇത് ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സംഖ്യാരൂപത്തിൽ കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം സ്ഥിരമായിട്ട് LGS പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ടൈപ്പാണ്. അതായത് 50 കോടിയിൽ എത്ര 10 ലക്ഷം ഉണ്ട്? 50 കോടിയിൽ എത്ര 10 ലക്ഷം ഉണ്ട്? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 50 കോടി 50 ഇൻറ്റു നമുക്ക് 10ന്റെ ടേംസിൽ എഴുതാവേ, 7 0 കൂടെ കൊടുക്കണം. 1 2 3 4 5 6 7 ഇതാണ് 50 കോടി എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ 10 ലക്ഷം. 10 ഇൻറ്റു 1 ലക്ഷത്തില് 5 0. ഓക്കെ, അപ്പോൾ ഇനി സീറോസ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ താഴെ 5 സീറോസ് ക്യാൻസൽ ചെയ്തു, മുകളിലത്തെ 5 സീറോസ് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 10ന്റെ 0, ഇവിടെ ഒരു 0. അപ്പൊ എത്രയാണ്? 500. അപ്പോ 50 കോടിയിൽ എത്ര 10 ലക്ഷം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 500 10 ലക്ഷമാണ് ഉള്ളത്. മനസ്സിലായല്ലോ? 50 കോടി എഴുതുക, 10 ലക്ഷം എഴുതുക, സീറോസ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 7.03 ലക്ഷത്തിൽ എത്ര ആയിരങ്ങൾ ഉണ്ട്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. എങ്ങനെയാണ്? 7.03 ലക്ഷം ആദ്യം എഴുതുക. 7.03 ഇൻറ്റു 1 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും 5 സീറോസ് ഡിവൈഡഡ് ബൈ എത്ര ആയിരങ്ങൾ ഉണ്ട് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ 1000 എത്ര വരുന്നത്? 1000ന്റെ 3 0, ഇവിടെ 3 0, 703. അപ്പൊ 703 ആയിരങ്ങളാണ് 7.03 ലക്ഷത്തിൽ ഉള്ളത്. ഇത് ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പ് തന്നിരിക്കുന്ന ലക്ഷം എഴുതുക, ഡിവൈഡ് ബൈ എത്രയാണ് ചോദിച്ചിരുന്നത്. അപ്പം 100 എങ്കിൽ 100, 1000 ആണെങ്കിൽ 1000, ലക്ഷം ആണെങ്കിൽ ലക്ഷം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി, കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് നേരത്തെ നമ്മൾ ചെയ്തില്ലേ 18,000 എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു ചോദ്യമാണ്. 7 ഒന്നുകൾ, 7 1/10കൾ, 7 1/10,000കൾ എത്രയാണ്? ഓക്കെ, അപ്പം 7 1 പറയുമ്പോൾ 7 ഇൻറ്റു 1 7. 7 1/10 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 1/10 എത്രയാണ്? 0.7. 7 1/10,000, 7 ഇൻറ്റു 1/10,000 എത്ര വരുന്നത്? 0.0007. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 7.7007. 7.7007 ആണ് ആൻസർ. അതായത് തന്നിരിക്കുന്നത് അതുപോലെ എടുത്തങ്ങ് എഴുതാം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി കുറച്ച് തുകകൾ കണ്ടുപിടിക്കാൻ പോവാണ്. PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് എണ്ണൽ സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകളുടെ തുക മുതലായവ. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യം ചെയ്യാം. 1 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു ഇക്വേഷൻ n ഇൻറ്റു n+1/2. ഇതാണ് ഇക്വേഷൻ. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാ? n ഇൻറ്റു n+1/2. ഈ ഇക്വേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മള് 1 മുതൽ 200 വരെ ഉള്ളതല്ലേ, 200 ഇൻറ്റു മനസ്സിൽ തന്നെ എഴുതാം, 201/2 ക്യാൻസൽ ചെയ്യാം. എത്ര വരും? 20100. ഇക്വേഷനൊക്കെ ജസ്റ്റ് മനസ്സിൽ മാത്രം ചെയ്യാം. ഇത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 200 ഇൻറ്റു 201/2, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 100 വരും. 201 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 20100. ഇക്വേഷൻ ജസ്റ്റ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 200 എടുക്കുക, അതിന് തൊട്ടടുത്ത സംഖ്യ എടുക്കുക, ഹാഫ് എടുക്കുക. അതാണ് എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, മറന്നുപോകരുത്. 1 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഇക്വേഷൻ വേണം എന്നുള്ളവർക്ക് നോട്ട് ചെയ്യാം. n ഇൻറ്റു n+1/2 അല്ലെങ്കിൽ മൈൻഡിലും കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ആൻസർ എടുക്കാം. ഓക്കെ, അടുത്തൊരു ടൈപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? ഇനി ഈ ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 78. നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ചോദ്യം വരുമ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നേക്കാളും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതുന്നതായിരിക്കും ഈസി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 78 ആണ് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് തന്നിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് n ഇൻറ്റു n+1/2 ആണ് 78 ആണല്ലോ. ഇവിടെ നിന്നും n ഇൻറ്റു n+1 എങ്ങനെ കിട്ടും? ഈ 2നെ ഇവിടെ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 2 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 156 എന്ന് വരും. അപ്പോ ഏതോ ഒരു സംഖ്യയും ആ സംഖ്യയുടെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ 15 എന്നുള്ള സംഖ്യ, അതിന്റെ കൂടെ n+1 എന്ന് പറയുമ്പോൾ 15-നോട് 1 ആഡ് ചെയ്യാം, 16. 15 ഇൻറ്റു 16 ചെയ്യുമ്പോഴാണോ ഈ സംഖ്യ കിട്ടുന്നത്? അതാണല്ലോ അതിന്റെ ലോജിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും 10 ഇപ്പൊ 10 ആണ് നമ്പർ ഓഫ് ടേംസ് എടുക്കുവാണെങ്കിൽ 10ന്റെ കൂടെ n+1, അതായത് 10 + 1 11.
അതായത് നമ്മൾ n 10 എടുക്കുവാണെങ്കിൽ 10ന്റെ കൂടെ 11 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷെ അത് വരുവോ? ഇല്ല. എന്തുകൊണ്ടാ? 10 എന്ന് പറയുമ്പോൾ 0. അപ്പൊ നമ്മുടെ ആൻസർ 0യിൽ അവസാനിക്കണ്ടേ? അപ്പൊ അത് വരത്തില്ല. അപ്പൊ നമുക്ക് 11 എടുക്കാം. അപ്പൊ 11 ഇൻറ്റു 11ന്റെ അടുത്ത സംഖ്യ ഏതാ? 12. 11 ഇൻറ്റു 12 എങ്ങനെ ചെയ്യും? 12 ഇൻറ്റു 11 എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നേ? മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പൊ അത് അപ്ലൈ ചെയ്യാം. 132 ആണ്. അല്ല, അപ്പൊ അതുമല്ല സംഖ്യ. ഇനി 12 എടുത്താലോ? 12ന്റെ തൊട്ടടുത്ത നമ്പറായ 13 എത്ര വരാ? 156. അപ്പൊ 156 കിട്ടി. ഏത്? 12 എടുത്തപ്പോ. അപ്പൊ 12 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് എത്ര? 156. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓപ്ഷനിൽ നിന്ന് 12 എടുത്തു, 12ന്റെ തൊട്ടടുത്ത സംഖ്യയായ 13 എടുത്തു, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം നമ്മുടെ ആൻസർ കിട്ടി. അപ്പം 12 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് എത്ര? 78 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 8 സ്ക്വയർ. ഇതെന്താണ്? നമ്മുടെ എണ്ണൽ സംഖ്യയല്ലേ, കൗണ്ടിങ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 19 ക്യൂബ്. അതായത് നമ്മുടെ എണ്ണൽ സംഖ്യയുടെ ക്യൂബിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയറിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? വർഗം. വർഗങ്ങളുടെ തുക, അതുപോലെ ക്യൂബിന്റെ തുക. വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് 8 സംഖ്യകളുടെ സ്ക്വയറിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 8 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 8 പ്ലസ് 1 9, 2n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 8 16 പ്ലസ് 1 17 ബൈ 6. ക്യാൻസൽ ചെയ്യാം. 2 3 എന്നത് 204 എന്നതാണ്. 204 മനസ്സിലായല്ലോ? ഇക്വേഷൻ പഠിച്ചു വെക്കാം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാം. ഈ ഇക്വേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. n-ന്റെ അവിടെ 8 എന്ന് അപ്ലൈ ചെയ്യുക, ഇക്വേഷനിൽ ഇടുക. 204 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ക്യൂബിന്റെ തുക, എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക ചോദിച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് നേരത്തെ പറഞ്ഞു. അതിന്റെ കൂടെ ഒരു സ്ക്വയറും കൂടി ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ n എന്ന് പറയുന്നത് 19 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് 20 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ക്യാൻസൽ ചെയ്യാം. 10. 190യുടെ സ്ക്വയർ ആണ് എടുക്കാനുള്ളത്. 19ന്റെ സ്ക്വയർ 361 00. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം, ആദ്യത്തെ 11 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ എന്താണ് ഈ അഖണ്ഡ സംഖ്യ? അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സിനെയാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 ഉൾപ്പെടെ 0 1 2 3 4 എക്സെട്ര, അതായത് 0 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യകളെയാണ് എന്ത് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അഖണ്ഡ സംഖ്യ. അപ്പൊ 11 അഖണ്ഡ സംഖ്യകളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ പറയാം. n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ആണ് ചെയ്യുന്നത്. n ഇൻറ്റു n മൈനസ് 1 ബൈ 2. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എന്ന് കൊടുക്കാം? 11 എന്ന് കൊടുക്കാം. 11 ഇൻറ്റു 10 ബൈ 2. 11 ഇൻറ്റു 10 എന്ന് പറയുന്നത് n മൈനസ് 1 ബൈ 2. ക്യാൻസൽ ചെയ്യാം. 55 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 11 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആണ്. 0 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യയാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താ? n ഇൻറ്റു n മൈനസ് 1 ബൈ 2. n-ന്റെ സ്ഥാനത്ത് 11 കൊടുക്കാം. അപ്പൊ 11 ഇൻറ്റു 10 ബൈ 2. ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? n ഇൻറ്റു n മൈനസ് 1 ബൈ 2. ഇത് നമ്മൾ പരസ്പരം ഹസ്തദാനങ്ങൾ കൊടുക്കത്തില്ലേ? ഇപ്പം ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്തു. അങ്ങനെയെങ്കിൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? അത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സെയിം ഇക്വേഷൻ തന്നെ. ഇപ്പോ ഒരു മീറ്റിംഗില് 10 പേരുണ്ട്. അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഷേക്ക് ഹാൻഡ് കൊടുത്തെങ്കിൽ ആകെ ഷേക്ക് ഹാൻഡിന്റെ എണ്ണം. അപ്പൊ എങ്ങനെയാ? n എന്ന് പറയുന്നത് 10. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 9 ബൈ 2. ക്യാൻസൽ ചെയ്യാം. 45. അപ്പൊ 45 ഹസ്തദാനങ്ങളാണ് ആ മീറ്റിംഗിൽ നടന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഇക്വേഷൻ രണ്ടിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹോൾ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനും കൂടാതെ ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനും. ഓക്കെ ആണല്ലോ? അപ്പോ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ 1-2 കോഴ്സുകളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ LDC പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ഡെയിലി, അപ്പോൾ 25 നവംബർ മുതൽ ഡെയിലി 20 മിനിറ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും.
അതായത് നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് സബ്ജക്ട് വൈസ്, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാക്ട്സ് അബൌട്ട് കേരള, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ് ടോപ്പിക് വൈസ് ആയിട്ട്, സബ്ജക്ട് വൈസ് ആയിട്ട് എല്ലാ ദിവസവും രാത്രി, തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോപ്പിക് വൈസ് ആണ്, ഇത് തികച്ചും ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. എന്താ ചോദ്യം? എല്ലാ പൂർണ്ണസംഖ്യകളുടെയും ഗുണനഫലം എത്രയാണ്? അപ്പൊ ഈ മലയാളം ടേംസ് ആണ് എല്ലാവർക്കും പ്രശ്നം. എന്താണ് പൂർണ്ണസംഖ്യ? പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ ഇൻഡിജേഴ്സ്, നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡിജേഴ്സ് എന്നാണ് പൂർണ്ണസംഖ്യയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പൂർണ്ണസംഖ്യയുടെയും ഗുണനഫലം എത്രയാണ്? അപ്പൊ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ -4, -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര. അതായത് നെഗറ്റീവ് നമ്പേഴ്സും 0 ഉൾപ്പെടെ പോസിറ്റീവ് നമ്പേഴ്സ്, ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗുണനഫലം, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു 0 ഇല്ലേ? അപ്പോ 0യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഏത് തന്നെയാണ് കിട്ടുന്നത്? ആൻസർ 0 ആണ്. അപ്പോൾ എല്ലാ പൂർണ്ണസംഖ്യകളുടെയും ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 0 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. തുടർന്നുള്ള ചോദ്യങ്ങളും അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾ നാളെ വീണ്ടും മാത്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാണുക. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്